أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون جعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. ഭൂമിയെ അള്ളാഹു പാകപ്പെടുത്തിയ വിധങ്ങളെ നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അതിനിയും സവിസ്തരം പറയാൻ ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പിന്നീട് അല്പാൽപ്പം ഞാൻ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. പ്രകൃതിയുടെ ഈ സംവിധാനം തന്നെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കോടാനകോടി വസ്തുക്കളെ ഈ മേൽമണ്ണിൽ ലയിപ്പിച്ചത് കൊണ്ടാണ്, മണ്ണിൽ അടക്കം ചെയ്തുകൊണ്ടും ജീവന്റെ തുടിപ്പുകൾ ഇതിൽ നിലനിൽക്കുന്നത് കൊണ്ടുമാണ് ഇവിടെ ഭൂമി, മൃതമായി കിടക്കുന്ന ഭൂമി ഇടയ്ക്കിടെ പച്ചപ്പട്ട് പുതച്ചു വരികയും ഈ കാണുന്ന കോടാനകോടി ജീവവർഗങ്ങൾക്ക് അന്നം ലഭിക്കുകയും ചെയ്യുന്നത്. ഇതിന് അടിസ്ഥാന കാരണം അതാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹമാണ് നിറഞ്ഞു കിടക്കുന്നത്. എല്ലാം അവൻ്റെ അനുഗ്രഹമാണ്. അതിലെവിടെയെങ്കിലും ഒരു തെറ്റിപ്പോയാൽ പിന്നെ പ്രകൃതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രകൃതി എന്നൊരു സംഗതി ഇതിൽ ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലാതെ ഒന്നുമില്ല. ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വളരെ ചിന്തിക്കണം. ഓരോ കൃത്യതയിലാണ് എല്ലാം നടക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ വസ്തുക്കൾ ചീഞ്ഞു പോകും. വെള്ളത്തിൻ്റെ അളവ് ഇല്ലാതായാലോ അപ്പോഴും അത് ഉണങ്ങിപ്പോകും. പിന്നെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന കൃത്യമായ ഒരു ടെമ്പറേച്ചർ സിസ്റ്റം, ഇതെല്ലാം അല്ലാഹു തആല. പിന്നെ ഇതെല്ലാം ചിന്തിക്ക്, ഒരു ഭക്ഷണ പദാർത്ഥം ചുരുങ്ങിയത് 360 മലക്കുകളെങ്കിലും അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്നാണ്. ചുരുങ്ങിയത് ഒരു ഭക്ഷണ പദാർത്ഥം അത് അതിൻ്റെ സ്വാദ്, അതിൻ്റെ കൊയ്ത്ത് കഴിയുമ്പോഴത്തിന് ചുരുങ്ങിയത് അതിൽ 360 മലക്കുകൾ. അവ്വലുഹും മീകാഈൽ അലൈഹിസ്സലാം. യാ സുബ്ഹാന ജല്ല വഅല. അതിൽ ഒന്നാമത്തെ ആൾ ആരാണ്? സയ്യിദുനാ മീകാഈൽ. അങ്ങനെ പറയല്ലേ, സയ്യിദുനാ മീകാഈൽ. അങ്ങനെ പറയാം, സയ്യിദുനാ മീകാഈൽ. ഒരു ഭക്ഷണ പദാർത്ഥം അതിൻ്റെ കൊയ്ത്ത് കഴിയുമ്പോഴത്തിന്, കൊയ്ത്ത് വരെയുള്ള സമയത്ത് തന്നെ എത്ര വരും? 360 മലക്കുകളെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അവ്വലുഹും മീകാഈൽ. അതിൽ ആദ്യത്തെ ആൾ സയ്യിദുനാ മീകാഈലാണ്. നിങ്ങൾ ചിന്തിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ 8. അവന്റെ അർശിനെ വഹിക്കാൻ 8 മലക്കാണ്. എന്നാൽ ഒരു ജീവിയുടെ അടുത്ത് ഭക്ഷണം എത്തിക്കാൻ 360 മലക്കെങ്കിലും ബന്ധപ്പെടും എന്നാണ്. ചിന്തിക്ക്. ഒരു ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം വിവിധങ്ങളായ രീതികളിലായി അത് അവൻ്റെ പോഷകങ്ങളായി അവൻ്റെ രക്തധമനികളിലും പിന്നെ അതിൻ്റെ വേസ്റ്റായിട്ട് അതിനെ നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങളിലും എത്തുമ്പോഴത്തിന് 7 മലക്കുകൾ മുതൽ 100 മലക്കുകൾ വരെ ബന്ധപ്പെടാം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ റഹ്മത്തിന്റെ ബാബിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? ഏറ്റവും ചുരുങ്ങിയത് 7, ചിലപ്പോൾ എത്ര വരെ? 100 മലക്കുകൾ വരെ വരുന്ന. ഏത് ഭക്ഷണം? എന്തിന്? കഴിച്ച ഭക്ഷണം രക്തധമനികൾക്ക് വേറെയും പിന്നെയോ ആമാശയത്തിലേക്ക് നിന്ന് നമ്മുടെ വേസ്റ്റിന്റെ കുഴി ഉണ്ടല്ലോ, മൂത്രത്തിന്റെ പാത്രം, മൂത്രസഞ്ചി, മറ്റേ വേസ്റ്റിന് നമ്മളെ പിന്നെ കാഷ്ടത്തിന്റെ കുഴിയിൽ അതിലേക്ക് ആ അറയിലേക്ക് ഇത് മാറ്റുമ്പോഴത്തിന് ചിലപ്പോൾ 100 മലക്കുകൾ വരെ ബന്ധപ്പെടാം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു റഹ്മത്തിന്റെ ബാബിൽ പറയുന്നുണ്ട്. അള്ളാഹു മനുഷ്യന് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി മനുഷ്യൻ ആലോചിക്കണം. ويحمل عرش ربك فوقهم يومئذ 8. അർശിനെ വഹിക്കാൻ 8 മലക്കാണ്.
സൃഷ്ടികൾക്ക് ഓരോ സന്ദർഭത്തിലും ചെയ്യുന്ന അള്ളാഹു അയക്കുന്ന മലക്കുകൾ എത്രയാണ്? അള്ളാഹിന്റെ പട്ടാളത്തിന്റെ എണ്ണം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അറിയാൻ സാധ്യമല്ല. എന്തിനാണ് ഈ പട്ടാളം? അള്ളാഹുവിന് പട്ടാളം വേണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പട്ടാളം? അള്ളാഹുവിന്റെ ഇബാദിന് വേണ്ടിയാണ്. ഈ ഇബാദിൽ വഴിപ്പെട്ടവരും ധാരാളം വഴിപ്പെടാത്തവരുമാണ്. എങ്കിലും അവൻ റഹ്മാനാണ്. മനസ്സിലായില്ലേ? കുറഞ്ഞ വഴിപ്പെട്ടവരും കൂടുതൽ വഴിപ്പെടാത്തവരും, എന്നിട്ടും അവൻ അല്ലാഹു റഹ്മാനാണ്. നിങ്ങൾ ചിന്തിക്കുക, അവന്റെ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. അള്ളാഹുവിന്റെ പട്ടാളക്കൂട്ടത്തിന്റെ എണ്ണം അറിയാൻ അള്ളാഹു അല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. ആകാശത്തും ഭൂമിയിലും എവിടെയും അള്ളാഹുവിന് പട്ടാളുണ്ട്. ഈ പട്ടാളം എന്താ? പട്ടാളം സന്നദ്ധ പ്രവർത്തകരാ. യുദ്ധമല്ലെങ്കിലും പട്ടാളക്കാർക്ക് പണിയുണ്ടല്ലോ. രാജ്യത്ത് ഒരുപാട് വസ്തുക്കൾ നിർമ്മിക്കുന്നത് പട്ടാളക്കാരാ. മനസ്സിലായില്ല? രാജ്യത്തെ ഒരുപാട് വസ്തുക്കൾ നിർമ്മിക്കുന്നത് പട്ടാളക്കാർ. അവർക്ക് ഇങ്ങനെ യുദ്ധം ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന പണിയാണോ? അല്ല. യുദ്ധം വന്നാൽ അവരുടെ വർക്ക് നിർത്തിവെച്ച് അവരെന്തിലേക്ക് നീങ്ങും? യുദ്ധത്തിലേക്ക് നീങ്ങും. ഒരല്പസമയം എല്ലാ ദിവസവും ആയുധ പരിശീലനവും മറ്റും നടത്തിയിട്ട് ബാക്കി സമയം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് രാജ്യം നിലനിന്ന് പോകുന്നത്. എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ഇത്രയോ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ്. പറഞ്ഞില്ലേ എന്തിന്? ഒരു വിത്ത് മുളപൊട്ടുമ്പോഴത്തിന് കാവൽക്കാരനായി ഒരു മലക്കുണ്ടാകുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ നബത്തിൻ യംബുതു ഫിൽ അർളി ഇല്ലാ വതഹ്തഹു മിൻ മലക്കിൻ ഹത്താ യുഹ്സദ ഖാല റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? മാ മിൻ നബത്തിൻ യംബുതു ഫിൽ അർളി ഇല്ലാ വതഹ്തഹു മിൻ മലക്കിൻ ഹത്താ യുഹ്സദ. കാവൽക്കാരനായി ആര്? ഒരു മുളക്കുന്ന വിത്തുണ്ടെങ്കിൽ അവിടെ ആര് വരും? ഒരു മലക്കുണ്ടാവും. ഹത്താ യുഹ്സദ, കൊയ്തെടുക്കുന്നത് വരെ മലക്ക് പറവുണ്ടാവും. ഒരു ചെടിക്ക്. അപ്പോൾ ഒരു പറമ്പിൽ, ഒരേക്കർ പറമ്പിൽ എത്ര കോടി മലക്കുകളുണ്ടോ? എന്തായി ഒരു സംവിധാനം! മാ മിൻ നബത്തിൻ യംബുതു ഫിൽ അർളി ഇല്ലാ വതഹ്തഹു മിൻ മലക്കിൻ ഹത്താ യുസ്വദ. പുണ്യ റസൂൽ പറഞ്ഞതാണ്. എഴുതിച്ചോളൂ, ഈ ഹദീസൊക്കെ വേണമെങ്കിൽ എഴുതിച്ചോളൂ. ഇതൊക്കെ അപൂർവമായുള്ള ചില വാക്കുകളാണ്. പുണ്യ റസൂൽ എഴുതിച്ചോളൂ ചെറുപ്പക്കാരെ, ഇതൊക്കെ നമുക്ക് ഉപകരിക്കും. അള്ളാന്റെ ഒരു റഹ്മത്ത് എത്രയാ! മാ മിൻ നബത്തിൻ, ഒരു സസ്യവുമില്ല. യംബുതു ഫിൽ അർളി, ഭൂമിയിൽ മുളക്കുന്ന ഒരു സസ്യവുമില്ല. ഇല്ലാ വതഹ്തഹു മിൻ മലക്കിൻ, ആ സസ്യത്തിന്റെ ചുവട്ടിൽ ഒരു മലക്കുണ്ടായിട്ടല്ലാതെ. ഹത്താ യുസ്വദ, അതിനെ കൊയ്തെടുക്കുന്നത് വരെ മലക്കുണ്ടാവും. എന്തുകൊണ്ട്? അത് അല്ലാഹുവിനെ ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളോടുള്ള അനുഗ്രഹമാണ്, റഹ്മത്താണ്. അത് സംരക്ഷിക്കും. കോടാനകോടി ജീവജാലങ്ങൾക്ക് അതിൽ അന്നമുണ്ട്. അതിനെ അള്ളാഹു സംരക്ഷിക്കണം. ചിന്തിക്കും, അവൻ എത്ര റഹ്മാനാണ്, അവൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പടച്ചോനെ. നിങ്ങൾ ചിന്തിക്കും. സുബ്ഹാന ജല്ല വഅല, ഭയങ്കരല്ലേ അവന്റെ അനുഗ്രഹം എത്ര വലുതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഈ ഒരൊറ്റ ഹദീസ് ആലോചിക്കുക. മാ മിൻ നബത്തിൻ യംബുതു ഫിൽ അർളി ഇല്ലാ വതഹ്തഹു മിൻ മലക്കിൻ ഹത്താ യുസ്വദ. മാ മിൻ നബത്തിൻ, ഒരു സസ്യവുമില്ല. യംബുതു ഫിൽ അർളി, ഭൂമിയിൽ മുളക്കുന്ന. ഇല്ലാ വതഹ്തഹു മിൻ മലക്കിൻ, ആ സസ്യത്തിന്റെ ചുവട്ടിൽ ഒരു മലക്കുണ്ടായിട്ടല്ലാതെ. ഹത്താ യുസ്വദ, അതിനെ കൊയ്തെടുക്കുന്നത് വരെ. അവിടെ അങ്ങനെ. അല്ലെങ്കിൽ അതിന്റെ സമയം കഴിയുന്നത് വരെ അതിന്റെ ചുവട്ടിൽ ആരുണ്ടാവും? മലക്കുണ്ടാവും. ഒരു ചെടിക്ക് ഒരു മലക്ക്. സുബ്ഹാന ജല്ല വഅല. അപ്പൊ എത്രയാ ഒരു പറമ്പിലുണ്ടാവുക? അപ്പൊ കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തിന് എത്ര കോടി മലക്കുകളാ ഒരു വയലിലുണ്ടാവുക?
അള്ളാഹുവിന്റെ പട്ടാളക്കൂട്ടത്തിന്റെ എണ്ണം അറിയാൻ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല. എത്ര കൃത്യമാണ് ഈ പറഞ്ഞ വാക്ക്, എത്ര കൃത്യമാണ് ഈ പറഞ്ഞ വാക്കുകൾ ആലോചിക്കുക. കാരണം എന്തിനാണ് ഈ പട്ടാളം? വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളിലെല്ലാം അള്ളാഹുവിന് പട്ടാളുണ്ട്. എന്തിനാണ്? ഇതൊക്കെ തന്നെ വർക്ക്. മനസ്സിലായില്ലേ? അവർ സന്നദ്ധ സേവകരാണ്. ആരുടെ? ജീവവർഗങ്ങളുടെ. എല്ലാ സ്പീഷീസുകളും ഇവിടെ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ അനുഗ്രഹമില്ലെങ്കിൽ എത്രയോ വർഗങ്ങൾ ഇവിടെ ഒടുങ്ങിപ്പോവും. എപ്പോഴെല്ലാം അനുഗ്രഹം പിൻവലിച്ചോ അപ്പോഴെല്ലാം എത്രയോ വർഗങ്ങൾ ഇല്ലാതെയായി പോയിട്ടുണ്ട് എന്നും ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. ചിന്തിക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് അള്ളാഹു ഈ അനുഗ്രഹം ചൊരിഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കണം. അവൻ പ്രത്യേക പരുവത്തിൽ അവൻ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിനെ ക്രമീകരിച്ചു. പ്രത്യേക പരുവത്തിൽ മേൽമണ്ണിനെ ആക്കി. മേൽമണ്ണിൻ്റെ ഗുണം താഴെ മണ്ണിന് ഇല്ല. എന്തുകൊണ്ട് മേൽമണ്ണിനാണ് ഈ ഗുണം വേണ്ടത്? കാരണം സസ്യങ്ങളുടെ വേരുകൾ മേൽമണ്ണിന് താഴേക്ക് പോവില്ല. ചിന്തിക്ക്. പിന്നെയോ കൂടുതൽ ഉപകാരം ലഭിക്കുന്നവ സസ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അത് കൂടുതൽ ഉണ്ടാകണം. കൂടുതൽ ഉണ്ടാവണമെങ്കിൽ അതിന് ബലം കുറയണം. ബലമുണ്ടാകുമ്പോൾ അതിന് കൊയ്ത്തിന് സമയമെടുക്കും. പറഞ്ഞാൽ മനസ്സിലാവില്ലട്ടാ. കൂടുതൽ ഉപകാരമുണ്ടാവുക സസ്യങ്ങളിൽ നിന്നാണ്. എന്തിൽ നിന്നല്ല? വൃക്ഷത്തിൽ നിന്നല്ല. വൃക്ഷത്തിന്റെ പ്രശ്നം, വൃക്ഷത്തിന്റെ ഉപകാരത്തിന് കാലതാമസം എടുക്കും. അതിന് കരുത്ത് വേണം. കരുത്ത് കിട്ടണമെങ്കിൽ അതിന് കാലതാമസം എടുക്കും. അതിന് ഇനി അടിമണ്ണിൽ ലവണങ്ങൾ കൊടുത്താലും വിരോധമൊന്നുമില്ല. അതിനെന്തുണ്ടാവും? കരുത്തുണ്ടാവും. പക്ഷെ ഈ കരുത്തുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ കാലതാമസം എടുക്കും. പിന്നെ ഓരോ കൊയ്ത്തും അതിൻ്റെ നാശാവും. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് വളരെ പ്രയാസകരമായ സംഗതിയായിരിക്കും. ഒന്ന്, അതിന് എണ്ണം കുറയും. അതിൻ്റെതായ വിശാലതയിൽ അതിനെന്ത് വേണ്ടി വരും? സൗകര്യങ്ങൾ. സസ്യം അതല്ല. സസ്യത്തിന് അതിൻ്റെ ഹബ്ബിൻ്റെ പരിധിയിലാണ് അതിൻ്റെ സാക്ക് വരിക. അതിൻ്റെ വിത്ത് പോലെ അതവിടെ കയറി വരും. ഒരു തണ്ട്, ഒരു വിത്തിൻ്റെ വണ്ണത്തിൽ എന്ത് വരും? തണ്ടൻ വരും. അത്ര സ്പേസ് മതി. ഇനി അതിൽ നിന്ന് ഇപ്പുറത്ത് വേറെ തണ്ടുണ്ടായാൽ അത് വേറൊരു ഉപകാരം തരും. ഏതുപോലെ? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ഒരു വിത്തിൽ നിന്ന് ചിലപ്പോൾ 7 തണ്ട് വന്നാൽ 7ലും കതിർക്കുല ഉണ്ടാവുമല്ലോ. അപ്പോഴും ഉപകാരം തന്നെയാണ്. 700 ധാന്യമണി കിട്ടുമ്പോഴത്തിന് ഒരു ധാന്യവും ചുറ്റിപ്പറ്റിയ സൈഡും. അതുകൊണ്ട് അത് എത്ര തരും? 700 ധാന്യമണി തരും. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ. ഒരു വിത്തിനെ പോലെയാണ്. അംബതത് സബ്അ സനാബില. അത് 7 തണ്ടുകളെ മുളപ്പിച്ചു. ഏത്? കതിർക്കുലകളെ. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ഓരോ കതിർക്കുലയിലും 100 ധാന്യമണികളും. അപ്പോൾ ഒരു കതിർക്കുലയിൽ 100 ധാന്യമണി. അങ്ങനെ 7 തണ്ടിൽ 7 കതിർക്കുല. അപ്പോൾ ഒരു വിത്തിൽ നിന്ന് 700 ധാന്യമണിയാണ് കിട്ടുന്നത്. ഇത്ര വിശാലമായ ഉപകാരം എന്തിൽ നിന്നുണ്ടാവില്ല? വിഷം ഉണ്ടാവില്ല. ചിന്തിക്ക്. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സസ്യങ്ങൾക്ക് നൽകുന്ന ഈ സസ്യങ്ങൾ വഴി അല്ലാഹു ഭൂമിയിൽ നൽകുന്ന വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. അപ്പൊ അതിനെന്ത് വേണം? അതിന് വലിയ വേരുണ്ടാവില്ല. അതുകൊണ്ട് അതിന് ചെറിയ വേരേ ഉണ്ടാവുള്ളൂ. കാരണം വലിയ വേര് പോകുമ്പോൾ ഇനിയും അതിനെന്ത് വേണം? കാലതാമസം എടുക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കാലതാമസം എടുക്കാൻ പറ്റൂല. ഇത് പെട്ടെന്ന് ഒരു സാധാരണ ശരാശരി ഭൂമിയിൽ 4 വിളവെടുക്കാം. ഒരു ശരാശരി ഭൂമിയിൽ 4 വിളവെടുക്കാം. 3 വിളവ് എങ്ങനെയാലും എടുക്കാം. മനസ്സിലായില്ല? ഒരു മിതശീതോഷ്ണാവസ്ഥയും അത്യാവശ്യം വെള്ളം കിട്ടുന്ന ഒരു ഭൂമിയാണെങ്കിൽ 4 വിളവ് ഉറപ്പായിട്ടും എടുക്കാം. 4 വിളവെടുക്കുമ്പോഴത്തേന് എത്രയാ ധാന്യം വരിക? കാരണം 2.5 മാസത്തോടു കൂടെ എന്ത് വരും?
ആ ഇഷ്ടം പോലെ അല്ലേ, 2 മാസം കൊണ്ട് കൊയ്യുന്ന ഇഷ്ടം പോലെ അല്ലേ, 2 മാസം കൊണ്ട് കൊയ്യും, 2.5 മാസം കൊണ്ട് കൊയ്യും. പഴയ വിത്തും പുതിയ വിത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. പുതിയ വിത്തുകൾക്കെല്ലാം ആയുസ് കുറയും, ധാന്യത്തിന്റെ കരുത്തും കുറയും. മനസ്സിലായില്ലേ പറഞ്ഞത്? ചെറിയ 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 ഇപ്പം ഈ കൃഷി ഫാമുകളിലൊക്കെ വളർത്തിയെടുക്കുന്ന ചെറിയ തരം വിത്തുകളുണ്ട്. 2 മാസമാണ് അതിൻ്റെ ആയുസ്. നമ്മൾ 2 തവണ അങ്ങനെ പോയി വരുമ്പോഴത്തേനും അത് വിത്തിട്ടത് കൊയ്തിലുണ്ടാവും, ഇത്രയും പെട്ടെന്നാവും. ഞാൻ പറയട്ടെ, അവ ചുരുക്കത്തിൽ ഇന്നത്തെ നിലവാരം അനുസരിച്ച് ഒരു അന്തരീക്ഷത്തിൽ ശീതോഷ്ണാവസ്ഥയും വെള്ളവും ഉള്ള ഒരു മണ്ണാണെങ്കിൽ ഇപ്പൊ ചുരുങ്ങിയത് എന്ത് ചെയ്യാം, 4 വിള 1 ഏക്കർ ഭൂമിയിലെടുത്ത ഒരു നാട്ടിനും കൂടെ തിന്നാണ്ടാവും. ആ രൂപത്തിൽ അല്ലാഹു എത്രയാ ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്, എത്രയാ. നിങ്ങൾ വെള്ളം, അതല്ലേ കാവേരിയിൽ വെള്ളം കൊടുക്കൂലെന്ന് ജയലളിത പറയുന്നത് നമ്മളോടുള്ള ഗർവ് മാത്രമൊന്നുമല്ല, അത് സമ്മതിച്ചു കൊടുക്കണം. കുറച്ചൊക്കെ നമ്മൾ സമ്മതിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ വെള്ളം റിസോർട്ടിൽ മുങ്ങിക്കുളിക്കാനാ. ജയലളിതയുടെ നാട്ടിൽ റിസോർട്ടിൽ മുങ്ങിക്കുളിക്കാനല്ല. അവരെന്ത് ചെയ്യാ? കൃഷി ചെയ്യാ. നിങ്ങൾ തഞ്ചാവൂര്, തൂത്തുക്കുടി, പട്ടുക്കോട്ട അങ്ങോട്ട് പോയി നോക്ക്, കണ്ണത്താ ദൂരത്ത് വയല, അങ്ങനെ നീണ്ടു കിടക്കുന്ന വയല, അങ്ങനെ എത്രയോ വയല്. അവരൊന്നും കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തിന്നൂല. ആന്ധ്രയിൽ നിന്ന് നെല്ലറകളിൽ നിന്നല്ലേ നമുക്ക് നെല്ല് കിട്ടുന്നത്, അങ്ങനെ കണ്ണെത്താത്ത ദൂരത്താ. നമുക്ക് വെള്ളം തരാഞ്ഞതും കുറച്ച് നന്നായി. കാരണം നമുക്ക് വെള്ളം കിട്ടുന്നത് എന്തിനാ? നമ്മൾ ബാണാസുര സാഗറിൽ